നമസ്കാരം. ഞാൻ ശക്തേയ ഉപാസകൻ. സജ്ജനങ്ങളുമായിട്ട് നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയം മീനക്കൂറിൽപ്പെട്ട പൂരുരുട്ടാതി 4-ാം പാദം ഉത്രട്ടാതി രേവതി നക്ഷത്ര ജാതരുടെ 2026 മാർച്ച് ഏപ്രിൽ മാസ ജ്യോതിഷ ബല സാധ്യതകളാണ്. ഇത്തരത്തിലുള്ള ജ്യോതിഷ ബല സാധ്യതകൾ നമ്മൾ പറയുന്നത് ചാരവശമുള്ള ഗ്രഹസ്ഥിതി അനുസരിച്ചാണ്. എങ്ങനെയാണ് ഒരു മീനക്കൂറുകാരൻ്റെ ജീവിതത്തിൽ അനുഭവത്തിൽ വരാനിടയുള്ളൂ എന്ന് ചോദിച്ചാൽ, ഏതൊരു മീനക്കൂറുകാരൻ്റെയും ജാതകമനുസരിച്ച് 2026 മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ അവരെ സ്വാധീനിക്കുന്ന ദശാനാഥൻ്റെയും അപഹാരനാഥൻ്റെയും സ്വാധീന ഫലങ്ങളെ കൂടെ ആശ്രയിച്ചായിരിക്കും ഇത്തരത്തിലുള്ള ഫലങ്ങളും അനുഭവത്തിൽ വരിക എന്ന് മനസ്സിലാക്കുക. ചാരവശമുള്ള ഗ്രഹസ്ഥിതിയിൽ പ്രധാനപ്പെട്ട ഒരു ഗ്രഹസ്ഥിതി 2026 മാർച്ച് ഏപ്രിൽ മാസത്തിൽ മീനക്കൂറുകാരെ സംബന്ധിച്ച് നോക്കിയാൽ, ജന്മസ്ഥിതനാണ് ശനി, 4-ാം ഭാവത്തിൽ വ്യാഴം, 12-ലെ രാഹുർ, 6-ലെ കേതുർ. ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി പോകുന്നത്. ഇതുകൂടാതെ സൂര്യേന്ദ്രാദി ഗ്രഹങ്ങളുടെ താൽക്കാലികമായിട്ടുള്ള മാർച്ച് ഏപ്രിൽ മാസത്തിലെ ഗ്രഹസ്ഥിതിയും കൂടെ പരിഗണിക്കുകയാണ് നമ്മളിവിടെ വിലയിരുത്തുന്നത്. നമുക്കാദ്യം മീനക്കൂറുകാരുടെ 2026 മാർച്ച് മാസത്തിലെ ഫലസാധ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സാമ്പത്തികമായിട്ടുള്ള കടബാധ്യതകൾ തീർക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഏകദേശം വിജയിക്കുവാൻ സാധ്യതയുണ്ട്. കടബാധ്യതകൾ സംബന്ധിച്ച് പ്രത്യേകിച്ച് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള അറിയിപ്പുകളോ നോട്ടീസുകളോ കിട്ടുവാനുള്ള സാധ്യതയുണ്ടെങ്കിൽ പോലും അവയിലൊക്കെ കുറച്ചെങ്കിലും ധനം തിരിച്ചടയ്ക്കുവാൻ വേണ്ടിയിട്ട് നടത്തുന്ന പരിശ്രമങ്ങൾ കുറച്ച് അലച്ചിലുള്ളതായിരിക്കുമെങ്കിലും അവസാനം അതിൽ വിജയം പ്രതീക്ഷിക്കാവുന്നതാണ്. കേസ് സംബന്ധമായിട്ടോ അല്ലെങ്കിൽ കോടതി വ്യവഹാരങ്ങളോ നിയമ നടപടിയുമായിട്ടോ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അവയിൽ ഏകദേശം വിജയം പ്രതീക്ഷിക്കാവുന്ന ഒരു കാലഘട്ടമാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ ചെറിയ സ്ഥാനമാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതയും ഈ കാലഘട്ടത്തിൽ വളരെയേറെ കൂടുതലാണ്. ജന്മശനി ദോഷമുണ്ട് എന്നുള്ളത് മറക്കരുത്. ജന്മശനി ദോഷം ഉള്ളത് കൊണ്ട് തന്നെ പല കാര്യത്തിലും കാര്യതടസ്സം, ഇണങ്ങി നിന്നവർ പെട്ടെന്ന് പിണങ്ങുക, അടുത്ത് നിന്നവർ അകലുക, ശാരീരികമായിട്ട് അപ്രതീക്ഷിതമായിട്ട് വരുന്ന ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ, അതോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഒടിവ് ചതവുകളൊക്കെ സംഭവിക്കാനുള്ള സാധ്യത, വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുള്ള സാധ്യത, ഇതെല്ലാം 2026 മാർച്ചിലും ഏപ്രിലിലും തുടർന്ന് പോവുകയാണ്. ഇത്തരത്തിലുള്ള ഫലങ്ങൾ ഏകദേശം ജന്മശനിയുടെ ഫലങ്ങൾ അങ്ങനെ തുടർന്ന് പോവുകയാണ്. അതുപോലെ തന്നെ യാത്രാവേളകൾ ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ട പ്രത്യേക ശ്രദ്ധയും വാഹന സംബന്ധമായിട്ടുള്ള കഷ്ടനഷ്ടങ്ങൾക്കുള്ള സാധ്യതയും കൂടെ നമ്മൾ പരിഗണിക്കേണ്ടതാണ്. പ്രവാസ ജീവിതത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവർക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നു കിട്ടേണ്ടതുണ്ട്. തൊഴിൽ വിഷയമാണെങ്കിലും ഉപരിപഠന വിഷയമാണെങ്കിലും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നു കിട്ടുമെങ്കിലും അതിന് വേണ്ടിയിട്ട് ധനം ചിലവാക്കേണ്ടി വന്നാൽ ധനം കൊടുക്കുന്നത് സർക്കാർ അംഗീകൃത ഏജൻസികൾക്കാണെന്നും ധനപരമായിട്ടുള്ള തട്ടിപ്പിന് നമ്മൾ വിധേയരാകുന്നില്ല എന്നും നല്ലതുപോലെ പരിശോധന നടത്തി ബോധ്യപ്പെടേണ്ടതാണ്. തൊഴിൽ മേഖലയിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. ഒന്നെങ്കിൽ സ്ഥാനമാറ്റമോ സ്ഥലം മാറ്റമോ അല്ലെങ്കിൽ സ്ഥാപനം തന്നെ മാറുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ വരാനിടയുണ്ട്. അങ്ങനെ വന്നാൽ സ്ഥാപനം മാറുന്നതൊക്കെ വളരെ ആലോചിച്ചിട്ടേ മാറാവൂ. കാരണം നിലവിലുള്ളത് വിട്ടിട്ട് മറ്റൊരു സ്ഥലത്ത് പോയാൽ അവിടെ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു അനുഭവം ഉണ്ടാവണമെന്നില്ല. രോഗഭയങ്ങൾ അകലാനിടയുള്ളൊരു കാലഘട്ടമാണ്. കൂട്ടുകുടുംബ വ്യവസ്ഥയിലുള്ളവരെ സംബന്ധിച്ച് കുടുംബത്തിൽ ചെറിയ ചെറിയ അസ്വാരസ്യങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടെങ്കിലും ഏതെങ്കിലുമൊക്കെ മംഗളകർമ്മങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരുമിച്ച് ഒത്തുചേർന്ന് പോകേണ്ടെന്ന സാഹചര്യം ഉണ്ടാകും. മക്കളെ സംബന്ധിച്ച് തൊഴിൽപരമായിട്ടും അല്ലെങ്കിൽ വിദേശവാസ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചെറിയ ചെറിയ തടസ്സങ്ങളുണ്ടെങ്കിലും അത് ക്രമേണ മാറി വരുന്നതാണ്. തൊഴിൽ മേഖലയിലായാലും വ്യക്തി ജീവിതത്തിലായാലും മനസ്സറിയാതെയുള്ള ചില അപരാധങ്ങൾക്ക് മറുപടി പറയേണ്ടുന്ന അവസ്ഥ ഉണ്ടാകും. അതോടൊപ്പം തന്നെ അശ്രദ്ധ കൊണ്ടും അലസത കൊണ്ടും ചില കൈപ്പിഴകളും സംഭവിക്കാനിടയുണ്ട്. മറ്റുള്ളവരുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി അഭിപ്രായം പറയുന്നതും അവരെ ഒരു ദിവസം കൊണ്ട് നേരെയാക്കി കളയാമെന്ന രീതിയിൽ ശാഠ്യം പിടിക്കുന്നതുമൊക്കെ അവമതിപ്പിനും മാനഹാനിക്കും ഇടയാക്കുമെന്നും മറന്നു പോകരുത്. വിവാഹ വിഷയത്തിൽ സംബന്ധിച്ച് വിവാഹകാര്യത്തിൽ പരിശ്രമങ്ങളൊക്കെ വിജയം കാണാനിടയുണ്ട്. എങ്കിലും ഒരു കാലതാമസം, ഏത് കാര്യത്തിലും ഒരു കാലതാമസം ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. അതിൽ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കാലതാമസം ഉണ്ടായാൽ പോലും
ഒന്ന് വന്നൊഴിഞ്ഞു പോയാൽ മറ്റൊന്ന് വരുന്ന രീതിയിലേക്ക് വിവാഹാലോചനകൾ വരുന്നതാണ്. തടസ്സപ്പെട്ട് കിടന്നിരുന്ന ചില മംഗളകർമ്മങ്ങൾക്ക് പുതുജീവൻ നൽകി അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പരിശ്രമവും ഏകദേശം വിജയിക്കുന്നതാണ്. ചുരുക്കത്തിൽ 2026 മാർച്ച് മാസം തുടർന്ന് വലിയ പ്രതിസന്ധികളില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു കാലഘട്ടം തന്നെയായിരിക്കും. ഇനി നമ്മൾ പറയുന്നത് 2026 ഏപ്രിൽ മാസത്തിലെ മീനക്കൂറുകാരുടെ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള ഗുണദോഷ ഫല സാധ്യതകളാണ്. 2026 ഏപ്രിൽ മാസത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ധനാഗമ യോഗം കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഏതെങ്കിലും ഒരു വിശേഷാവസരവുമായിട്ട് ബന്ധപ്പെട്ട് കുടുംബാംഗങ്ങളുമായിട്ടുള്ള ഒരു സമ്മേളനം, അതുവഴി ലഭിക്കുന്ന ഒരു മനസ്സന്തോഷത്തിനും ഈ കാലഘട്ടത്തിൽ സാധ്യതയുണ്ട്. മക്കളുടെയൊക്കെ പെരുമാറ്റം ഏറെ ഹൃദ്യമായിട്ട് തോന്നാനിടയുണ്ട്. മരുമക്കളുമായിട്ടുള്ള അഭിപ്രായ ഭിന്നതയ്ക്ക് ഏകദേശം ഒരു അറുതി വരുന്നതാണ്. ബന്ധുജനങ്ങളിൽ നിന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള ദുരാരോപണങ്ങൾ മനസ്സിനെ വിഷമിപ്പിക്കാനിടയുണ്ട്. അത്തരം കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞ സമയം കളയാതിരിക്കുന്നതായിരിക്കും ബുദ്ധി. ആരോഗ്യപരമായിട്ടുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചകൾ പാടില്ല. അവനവൻ്റെ വ്യക്തിത്വം പണയം വെച്ചുകൊണ്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാവരുത്. ഇനി കോടിക്കണക്കിന് രൂപ തന്നെ കിട്ടുമെന്ന് പറഞ്ഞാൽ പോലും അവനവൻ്റെ വ്യക്തിത്വം പണയം വെച്ചുകൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പിന് നിൽക്കാതിരിക്കുന്നതായിരിക്കും ബുദ്ധി. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസ വിഷയത്തിൽ ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം അനിവാര്യമാണ്. വിവാഹാദി മംഗളകർമ്മങ്ങളുടെ കാര്യത്തിൽ ഒരു മെല്ലപ്പോക്കുണ്ടായാൽ പോലും ക്രമേണ അത് വിജയത്തിലേക്ക് എത്തുന്നതായിരിക്കും. തൊഴിൽ തേടുന്നവരെ സംബന്ധിച്ച് അവരാഗ്രഹിക്കുന്ന തരത്തിലുള്ളൊരു തൊഴിൽ മേഖല കണ്ടെത്തുവാൻ അല്പം കാത്തിരിക്കേണ്ടി വന്നാൽ പോലും ചെറിയ വരുമാനത്തിലാണെങ്കിലും ഒരു തൊഴിൽ സാധ്യത ഈ കാലഘട്ടത്തിൽ ലഭിക്കാനിടയുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ പരിചയക്കാരുടെയോ സുഹൃത്തുക്കളുടെയോ ബന്ധുക്കളുടെയൊക്കെ വീടുകളിൽ അസമയങ്ങളിൽ സന്ദർശിക്കുന്നത് കഴിവതും ഒഴിവാക്കുന്നത് നല്ലതാണ്. മറ്റുള്ളവർ പറയുന്നത് കേട്ട് മാത്രം ദാമ്പത്യ ജീവിതത്തിലും കുടുംബജീവിതത്തിലും ഏതെങ്കിലും തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതും അബദ്ധജടിലമാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഏതെങ്കിലും വിഷയത്തെ സംബന്ധിച്ചുള്ള ഒരു അഭിപ്രായ സമന്വയത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ വിവാദങ്ങളായേക്കാവുന്ന വെളിപ്പെടുത്തലുകൾ നടത്തി കുടുംബാന്തരീക്ഷമാണെങ്കിലും തൊഴിൽ മേഖലയാണെങ്കിലും കൂടുതൽ പ്രക്ഷുബ്ധമാക്കാതിരിക്കുവാൻ ജാഗ്രത പുലർത്തേണ്ടതാണ്. പൊതുവിൽ കാലം ഏറെക്കുറെ അനുകൂലമാണ്. എങ്കിലും ജന്മശനി ദോഷം ഈ മാസത്തിന് തുടരുന്നു എന്നുള്ളതാണ് ഒരു ഖേദകരമായ അവസ്ഥ. ജന്മശനി ദോഷം കൊണ്ട് തന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള ശാരീരിക വിഷമതകൾ, കാര്യതടസ്സം, മനക്ലേശം, അതുപോലെ തന്നെ അപമാനം, ശത്രുശല്യം, ഇങ്ങനെയൊക്കെ ഉള്ള ചെറിയ ചെറിയ ദോഷങ്ങൾ വരാനിടയുണ്ട്. എന്നാൽ പ്രവാസ ജീവിതത്തിനോ അല്ലെങ്കിൽ വീട് വിട്ട് മാറി താമസിക്കുന്നതിനോ ഒക്കെ വേണ്ടി ശ്രമിച്ചാൽ അതൊക്കെ വിജയകരമാവുകയും ചെയ്യും. തന്നിൽ പ്രായത്തിൽ മൂത്ത ആളുകളിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള നേട്ടങ്ങളോ ഗുണഫലങ്ങളോ സഹായങ്ങളോ ഒക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ആധുനികമായിട്ടുള്ള ഏതെങ്കിലും യന്ത്രോപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്ന വിഷയത്തിൽ കേവല പ്രാവീണ്യം നേടുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. കുടുംബസ്വത്ത് ഭാഗം വയ്ക്കുന്നതുമായിട്ട് സംബന്ധിച്ചുള്ള തർക്കങ്ങളൊക്കെ ഒരു പരിധി വരെ നിയമപരമായിട്ടുള്ള വിഷയങ്ങളിലേക്ക് കടന്നാൽ അതൊക്കെ കഴിവതും എന്തെങ്കിലും ചെറിയ ചെറിയ വിട്ടുവീഴ്ചകളൊക്കെ ചെയ്തുകൊണ്ട് രമ്യമായിട്ട് പരിഹരിക്കാനുള്ളൊരു വിവേകബുദ്ധി പ്രദർശിപ്പിക്കാൻ പറ്റിയ അവസരമാണ്. കൂടുതലായിട്ടുള്ളൊരു വിനയവും വിവേകബുദ്ധിയും പ്രദർശിപ്പിക്കുകയാണെങ്കിൽ പ്രതീക്ഷിക്കുന്നത് തന്നെ ഈ നക്ഷത്രജാതർക്ക് ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. സന്താനങ്ങളെ സംബന്ധിച്ചും അവരുടെ തൊഴിലിനെ സംബന്ധിച്ചും ആരോഗ്യത്തെ സംബന്ധിച്ചും അവരുടെ ചില അനാവശ്യ കൂട്ടുകെട്ടുകളെ സംബന്ധിച്ചൊക്കെ ചില ആശങ്കകൾ ഉണ്ടായേക്കാം. ആശങ്കകൾക്കപ്പുറം അവയ്ക്കൊക്കെ പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ട് കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ ദൃഢനിശ്ചയത്തോടു കൂടിയുള്ള തീരുമാനങ്ങളും നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതായിരിക്കും നല്ലത്. പൊതുവിൽ 2026 മാർച്ച് ഏപ്രിൽ മാസം എന്ന് പറയുന്നത് മീനക്കൂറുകാരെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധികളൊന്നും ഉണ്ടാകുന്നതല്ല. എന്നാൽ ചെറിയ 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 പ്രശ്നങ്ങളിലൂടെ ഗുണദോഷ സമ്മിശ്ര ഫലമായിട്ട് പരിണമിക്കുന്നതാണ്. ദോഷപരിഹാരമായിട്ട് പറയാനുള്ളത് ശനിയാഴ്ച ദിവസത്തിന് പ്രാധാന്യം കൊടുക്കുക, നീല നിറത്തിലുള്ള വസ്ത്രത്തിന് പ്രാധാന്യം കൊടുക്കുക, കാക്കയ്ക്ക് എള്ളും തൈരും കലർത്തിയ അന്നം ദാനം ചെയ്യുക, അസ്തമയ ശേഷം ശാസ്താവിനെ നീരാജനം സമർപ്പിക്കുക. വ്യാഴാഴ്ചകളിൽ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക, മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ഓരോരുത്തരുടെയും സാമ്പത്തിക സ്ഥിതി അനുസരിച്ചുള്ള വഴിപാടുകളിലൂടെ ചെയ്യുക, പ്രാർത്ഥിക്കുക. ശനിയാഴ്ച ദിവസം രാഹുർകാല സമയത്തിന് പ്രാധാന്യം കൊടുക്കുക. സർപ്പക്ഷേത്രത്തിലോ രാഹുർ ക്ഷേത്രത്തിലോ ദർശനം നടത്തുക. അവിടെയും ഓരോരുത്തരുടെയും സാമ്പത്തിക സ്ഥിതി അനുസരിച്ചുള്ള വഴിപാടുകൾ ചെയ്യുക, പ്രാർത്ഥിക്കുക. എന്തായാലും
2026 മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ കടബാധ്യതകളിൽ നിന്ന് മോചനം കിട്ടാനും ശത്രുക്കളെ ജയിക്കാനും മറ്റു കാര്യഗുണങ്ങൾക്കൊക്കെ വല്ല യോഗമുണ്ട്. എങ്കിൽ പോലും ചെറിയ ചെറിയ പ്രതിസന്ധികൾ വന്നു പോയേക്കാം. ഇതാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത്. ഇതര മതസ്ഥരെ സംബന്ധിച്ച് അവർക്ക് ഈ പറയുന്ന പരിഹാര മാർഗങ്ങൾ സ്വീകാര്യമല്ലാത്ത പക്ഷം ഇതിൽ പറഞ്ഞിരിക്കുന്ന ദിവസങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയും വസ്ത്രങ്ങൾക്കും നിറങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും സമയത്തിനും മുഹൂർത്തത്തിനും പ്രാധാന്യം കൊടുക്കുകയും ചെയ്തുകൊണ്ട് അവരവരുടേതായിട്ടുള്ള മതപരമായിട്ടുള്ള പ്രാർത്ഥനകളും വിശുദ്ധ ഗ്രന്ഥ പാരായണമൊക്കെ ചെയ്യുന്നതും ദോഷപരിഹാരത്തിൻ്റെ പട്ടിക ഉൾപ്പെടുത്തി നമുക്ക് വിലയിരുത്താവുന്നതാണ്. ഇതാണ് നമുക്കിവിടെ പറയാനുള്ള കാര്യങ്ങൾ. നന്ദി, നമസ്കാരം.